ഹലോ. അപ്പോൾ നമ്മ ഈ ഇന്നലത്തെ മാർക്കറ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ലാസ്റ്റ് ഡേ മാർക്കറ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു അപ് ട്രെൻഡാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ആൻഡ് ഇവിടെ അപ് ട്രെൻഡ് ഈ ട്രെൻഡ് ലൈനാണ് മാർക്കറ്റ് എന്നിട്ട് ഓപ്പൺ ചെയ്തത്. ഇവിടെ ഓപ്പൺ ചെയ്തു എന്നിട്ട് നമ്മൾ ഈ വരച്ചിരുന്ന കൺസോളിഡേഷൻ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ അത് ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് എക്സ്പെക്ട് ചെയ്യാനുള്ളൊരു ഇൻഡിക്കേഷനാണ്. സോ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഇത് നല്ലോണം ക്ലോസ് ചെയ്തു. സോ നമുക്കിവിടെ പുട്ട് ഓപ്ഷനാണ് പർച്ചേസ് ചെയ്യാനുള്ളത്. പുട്ട് ഓപ്ഷൻ നമുക്ക് ഇൻഡിക്കേഷൻ പറഞ്ഞിരുന്നത് ഒരു 24,500 ഒരു ഇൻഡിക്കേഷൻ നമുക്ക് പറഞ്ഞത്. 24,500 പുട്ട് ഓപ്ഷൻ നമുക്ക് പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ ഏകദേശം ഫസ്റ്റ് 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഇവിടെ പർച്ചേസ് ചെയ്തതിൽ ഏകദേശം ഒരു 10 കഴിയുമ്പോൾ ഏകദേശം ഒരു 20% പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്ത് തരാനായിരുന്നു. പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഏകദേശം ഒരു 11:45 വരെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഏകദേശം ഒരു 45% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങായിരുന്നു. സോ സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ എക്സിറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ എക്സിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഏകദേശം നമുക്കൊരു 45% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് ഇറങ്ങാം. പിന്നെയും ഹോൾഡ് ചെയ്യുന്ന വെച്ചാൽ ഏകദേശം ഒരു ഇന്നലത്തെ മാർക്കറ്റ് കംപ്ലീറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയായിരുന്നു. സോ അത് ചെയ്തിരുന്നെങ്കിൽ ഏകദേശം ഒരു 75% സെയിൽ സൈഡ് 75% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറ് ഇന്നലെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നലത്തെ മാർക്കറ്റ്. നമുക്കറിയണമെങ്കിൽ നാളെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നാളത്തെ മാർക്കറ്റ് നമുക്ക് കാണാം. അത്യാവശ്യം ഒരു 1 ഡേ ക്യാൻഡിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ, അത്യാവശ്യം നല്ലൊരു എൻഗൾഫിങ് ക്യാൻഡിൽ നമുക്ക് ലാസ്റ്റ് അതിൻ്റെ പ്രീവിയസ് ഡേ അത്യാവശ്യം നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. പക്ഷേ ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ആ തന്ന അപ് ട്രെൻഡിനെ കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡൗൺ ട്രെൻഡ് കിട്ടി. സോ ഇന്ന് അടുത്ത നെക്സ്റ്റ് ഡേ ഒരു അത്യാവശ്യം നല്ലൊരു ഡൗൺ ട്രെൻഡ് ഫോളോ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. സോ നാളെ ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ട്രെൻഡ് നല്ലൊരു ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസൊക്കെ ഇങ്ങനെയാണ്. ഫിബൊനാച്ചി സീരീസ് പ്രകാരമുള്ള പ്രൈസ് പോയിന്റ്സ് ഇതൊക്കെയാണ് വരുന്നത്. സോ ഇത് ഡീറ്റെയിലായിട്ട് ഞാൻ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തേക്കാം. ജസ്റ്റ് ചെക്ക് ദം ഔട്ട് ആൻഡ് ലെറ്റ്സ് സീ. അപ്പോൾ ട്രേഡ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് പറയാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ.